അപ്പോൾ നമുക്ക് അവിടെ സൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ആ വീലം കഴിച്ചു. അതെ, സൈറ്റിൽ ചെല്ലുമ്പോൾ വീലം കഴിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വർഷമൊക്കെ വീൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വെയിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിനകത്ത് അത് വേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട സമയത്ത് സപ്ലൈ ചെയ്താൽ മതിയല്ലോ. സപ്ലൈ ചെയ്താൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഇത് എത്രത്തോളം നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് കോസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല. കോസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് വെക്കുന്നതിനെക്കാട്ടി കൂടുതലായിരിക്കും. പക്ഷെങ്കിൽ ഒരു ക്വാറിയുടെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലോ ഓരോ പ്രാവശ്യവും ഇത് ഉണ്ടാക്കേണ്ടി വരും, ഈ ഓഫീസ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അത് വെച്ചിട്ട് വരുന്നുടനെ 4 ഓഫീസ് ഉണ്ടാക്കുന്ന കോസ്റ്റ് ഒരിക്കലും ഉണ്ടാകത്തില്ല. 1 2 ഓഫീസ് ഉണ്ടാക്കുന്ന കോസ്റ്റേ വരത്തുള്ളൂ. ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, എത്ര നാൾ വേണോ, എത്ര സ്ഥലത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, എത്ര വർഷം വേണമെങ്കിലും കിടന്നോളൂ. അപ്പോൾ ഇത് തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സെയിം സാധനം. ഫോർ എക്സാമ്പിൾ തൃശ്ശൂർ പണി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് എടുക്കാം, നേരെ എറണാകുളത്ത് കൊണ്ടുപോകാം, എറണാകുളത്ത് നടത്താം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. മറ്റേ സിമെന്റ് വെച്ച് കട്ടൊക്കെയാണെങ്കിൽ അത് പൊളിക്കണം. ഓക്കെ, ഇത് ഒറ്റ ദിവസം കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇത് കോസ്റ്റ് എന്താ പറയുക, അത് വളരെ എഫക്റ്റീവാണ്. പണി സേവ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ടൈം പണി എല്ലാം സേവ്, ഒറ്റ പ്രാവശ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. ഇതാണല്ലോ ഓൾറെഡി ഇപ്പൊ തന്നെ നമ്മള് ഈ പിന്നൊരു ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ വയനാട് പ്രദേശങ്ങളിലൊക്കെ പലയിടത്തും കൺസ്ട്രക്ഷൻ പറ്റത്തില്ല. അങ്ങനെയുള്ളിടത്ത് ഈ സംവിധാനം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. മൂന്നാർ ഏരിയയിൽ ഈ കൺസ്ട്രക്ഷൻ പറ്റാത്ത ഏരിയകളുണ്ട്, അവിടെ ഇത് ചെയ്യാം. ഇങ്ങനത്തെ കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. നമുക്ക് കറണ്ട് കണക്ഷനുള്ള കാര്യങ്ങളെല്ലാം എല്ലാം കിട്ടും. അത് കിട്ടും. ഇതിപ്പോ നമ്മൾ ജനറേറ്ററിൽ എങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇത് കറണ്ട് അവർക്ക് കറണ്ട് കിട്ടും. ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർക്ക് കറണ്ട് കിട്ടും. ഈ ഒരു ബോക്സ് മതി, നമ്പറും കാര്യങ്ങളും എല്ലാം കിട്ടും. എല്ലാ കാര്യങ്ങളും കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ സോളാർ വേണമെങ്കിൽ അതും ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ സോളാറും ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതൊരു 15x15 ചെയ്ത ഒരു പോർട്ടബിൾ ഓഫീസ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഇതുള്ള വർക്കുകൾ ഇവർക്ക് എത്ര? 3 ഇവർക്ക് 3 ഓക്കെ. പിന്നീടുള്ള കഫേറ്റീരിയൻ ടോയ്ലറ്റ് എല്ലാം വരും. അതെല്ലാം വരും. അപ്പൊ ഇന്ന് കൊണ്ടുപോകാം. ഇപ്പൊ ഫൈനൽ എല്ലാം കഴിഞ്ഞെല്ലാം തീർന്നോണ്ടിരിക്കുന്നത്, ഫൈനൽ ടച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുള്ള വർക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. എല്ലാ ടൈപ്പും ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു വർക്ക് കാണിക്കുന്നത്. ഈ വർക്ക് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നത്. നമ്മൾ സാധാരണ എല്ലാവരും കണ്ടുള്ള കണ്ടെയ്നർ ഹോം ഒക്കെയാണ്. അതെ. അപ്പൊ അതിനേക്കാളും ഇതുകൊണ്ട് ഏറ്റവും നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റി ഇത് തന്നെയാണ്. അതെ, കണ്ടെയ്നർ വരുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്ന പഴുക്കും, ചൂട് അതുപോലെ ഇതാണ്. അത് തന്നെ ഈ ഫിനിഷിംഗ് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഫിനിഷ് കണ്ടെയ്നറൊക്കെ പകുതി കൂടുതലും ഡാമേജ് കണ്ടെയ്നേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് തന്നെ റെഡിയാക്കി എടുക്കാൻ കോസ്റ്റ് നല്ലത്. എങ്ങോട്ട് വേണമെങ്കിലും എടുത്തോണ്ട് പോവാം, എവിടെ വേണമെങ്കിലും എടുത്തോണ്ട്. ഓക്കെ.